ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ റോം ഹർ ലൈഫ്. അപ്പം നിങ്ങൾ എൻ്റെ കൂടെ വരുമല്ലേ? നമുക്കിന്നൊരു ഷോപ്പിങ്ങിന് പോകാം. അപ്പോൾ വെറും ഷോപ്പിംഗ് അല്ല, നമ്മളിന്നൊരു ബെഡാണ് ഷോപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പം നമ്മളിതാ മെഗാ മ്യൂബിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫർണിച്ചർ കടയിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇവിടെ പല സാധനങ്ങൾ കിട്ടും, ലൈറ്റ്സും അങ്ങനെയൊക്കെ എല്ലാ സാധനങ്ങളും. അങ്ങനെ അതാ നമ്മൾ അതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് വന്നു. അങ്ങനെ നമ്മൾ പല പല ബെഡുകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഹായ് പറയുന്നുണ്ട് ഞാൻ. അങ്ങനെ നമുക്ക് കുറച്ച് ബെഡുകൾ, ഇവിടുത്തെ എന്തൊക്കെയാണ് വെറൈറ്റി ബെഡുകൾ, ബോക്സർ ബെഡ്സ്, പിന്നെ അങ്ങനെ കുറേ വെറൈറ്റീസ് നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. എങ്ങനെയൊക്കെയാണ് ജർമ്മനിയിൽ ഏതൊക്കെ ടൈപ്സ് ബെഡാണ് അവർ യൂസ് ചെയ്യുന്നത്, എന്തിനാണ് അവർ പ്രയോറിറ്റി കൊടുക്കുന്നത് എന്നൊക്കെ നമ്മൾ ജസ്റ്റ് നോക്കാം. ഓക്കെ, നമ്മുടെ നാട്ടിലെ പോലെ വലിയ തടിയുടെ തേക്കിൻ്റെ ഒന്നും ബെഡൊന്നും ഇവിടെ ഇല്ല. കൂടുതൽ ടൈപ്സ് ഓഫ് ബെഡും ഇങ്ങനെ പ്രോസസ് വുഡിൻ്റെ ഒക്കെയാണ് കൂടുതൽ ടൈപ്പ് ഓഫ് ബെഡ് നമ്മൾ കാണുന്നത്. പിന്നെ ഇങ്ങനെ എല്ലാം ഒരു കുഷ്യൻ വെച്ച് കവേർഡ് ആയിരിക്കും. പിന്നെ ഇവർ മെയിനായിട്ട് നോക്കുന്നത് ഇവർ സ്റ്റോറേജ്, ബെഡിൻ്റെ അകത്ത് തന്നെ കുറേ സ്റ്റോറേജ് അവൈലബിലിറ്റി ഉണ്ടോ, കാരണം നമുക്ക് ഒരുപാട് ബ്ലാങ്കറ്റ്സ് അങ്ങനെയൊക്കെ ഉള്ളത് കീപ്പ് ചെയ്യാനുണ്ട്. അതുകൊണ്ട് ഇവിടുത്തെ ആൾക്കാർ അങ്ങനെയാണ് കൂടുതലും പ്രിഫർ ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഹെഡ് എലിവേറ്റ് ചെയ്യാൻ പറ്റുന്ന ബെഡാണോ, ഇപ്പം കുറേ പ്രായമുള്ളവർക്കൊക്കെ ആണെങ്കിൽ അവരങ്ങനത്തെ ബെഡൊക്കെയാണ് പ്രിഫർ ചെയ്യുന്നത്. ചില ബെഡിലൊക്കെ ലംബാർ സപ്പോർട്ടൊക്കെ ഉള്ള ബെഡുണ്ട്, ഫുഡ് ആൻഡ് എലിവേറ്റ് ചെയ്യാൻ പറ്റുന്ന ബെഡുണ്ട്. അങ്ങനെ പല ബെഡുകളാണ്. അപ്പം ഞാൻ ഒരു ബെഡിൽ ഇങ്ങനെ ഇരുന്ന് നോക്കുകയാണ് കേട്ടോ. അപ്പം ഇങ്ങനെ നമ്മളിങ്ങനെ നമുക്കിവിടെ ആരും നമ്മളുടെ കൂടെ കസ്റ്റമർ സർവീസിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ബെഡ് നോക്കാം അങ്ങനെയൊന്നും വരില്ല. നമ്മുടെ റേറ്റ് ബെഡിൻ്റെ മേളിൽ എഴുതി വെച്ചിട്ടുണ്ടാവും. നമുക്ക് കിടന്ന് നോക്കാം, ഇരുന്ന് നോക്കാം, ജമ്പ് ചെയ്ത് നോക്കാം, എങ്ങനെ വേണമെങ്കിലും നോക്കാം. അപ്പം നമ്മൾ ഇങ്ങനെ ബെഡിലിരുന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ജസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ആയിട്ടൊന്നുമല്ല, ജസ്റ്റ് ഒന്ന് ഇരുന്ന് നോക്കിയതാണ്. ആ ബെഡ് ഇങ്ങനെ പപ്പ നോക്കിക്കഴിഞ്ഞപ്പം പപ്പ പറഞ്ഞു അതാ ഈ ബെഡ് കൊള്ളാം, പക്ഷേങ്കിൽ വൈറ്റ് കളർ ആയതുകൊണ്ട്. പക്ഷെ നമുക്ക് പല കളർ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ അവിടെ. അപ്പോൾ ഞങ്ങളിങ്ങനെ നടന്നു പോവാണ്. അങ്ങനെ ഇപ്പം വേറൊരു ബെഡ് കണ്ടു. അപ്പോൾ ഞാനിങ്ങനെ കിടന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. അപ്പം നമുക്ക് ആ ബെഡിന് ഇത്രയും കളേഴ്സ് അവൈലബിൾ ആണെന്ന് അതിൻ്റെ ബ്രോഷറിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ നോക്കുകയാണ്, ഇത്രയും കളേഴ്സ് അവൈലബിൾ ആണ്, അതാണ് ഞാൻ കാണിച്ചു തരുന്നത്. പിന്നെ ഷാൻ കിടന്ന് നോക്കുന്നു. പിന്നെ നമ്മളിങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കണം. നമ്മൾ കിടന്ന് നമ്മൾ ഇത്രയും രൂപ കൊടുത്ത് വാങ്ങിക്കുന്ന ബെഡാണല്ലോ. അപ്പം നമ്മൾ അതെല്ലാം ടെസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഷാൻ പല ബെഡിലിങ്ങനെ ഇത് കിടന്ന് നോക്കുന്നുണ്ട്. അപ്പം മോൾക്ക് ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു കാർട്ടുണ്ട്, അവരെ വെച്ചിങ്ങനെ നമുക്ക് അതിൻ്റെ അകത്ത് കൊണ്ടുപോകാം. കാറാണ് അത്. അപ്പം നമ്മൾ മോളവിടെ സേഫായിട്ടിരിക്കുകയാണ്. അങ്ങനെ അപ്പച്ചനും അമ്മച്ചിയും എല്ലാവരുമായിട്ടാണ് ഞങ്ങൾ പോയത് കേട്ടോ. അങ്ങനെ നമ്മൾ പല പല ബെഡിൽ ഇങ്ങനെ ഇരുന്ന് നോക്കുകയാണ് കേട്ടോ. അപ്പം നമ്മൾ എന്താണ് ബെഡ് വാങ്ങിക്കാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾക്കൊരു ബെഡ് ഉണ്ടായിരുന്നു. അപ്പം അത് കുറച്ച് ദിവസത്തിന് മുമ്പ് ഷാൻ പിള്ളേരുടെ കൂടെ കളിച്ച് ബെഡിൽ ജമ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ബെഡ് നടുവിൽ നിന്ന് അങ്ങ് ഒടിഞ്ഞു പോയി. പക്ഷെ ഞങ്ങളൊരു പലക വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. ബട്ട് സ്റ്റിൽ നമുക്കൊരു പുതിയ ബെഡ് വാങ്ങിക്കണമല്ലോ. അങ്ങനെ നമ്മൾ പിള്ളേരുടെ കൂടെ ജമ്പ് ചെയ്യുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് നമ്മൾ ജമ്പ് ചെയ്ത് നോക്കുകയാണ് ബെഡിലിരുന്ന്. അങ്ങനെ കണ്ട ഇങ്ങനെ അങ്ങ് ജമ്പ് ചെയ്താണ് ഷാൻ ശരിക്കും. പക്ഷെ ഞാൻ ജമ്പ് ചെയ്ത ബെഡ് അനങ്ങാറ് പോലുമില്ല. പക്ഷേങ്കിൽ നമ്മൾ ഇത്രയും വലിയൊരാൾ പൊക്കത്തൂന്ന് വന്ന് വീഴുമ്പോൾ, ഞങ്ങളുടെ ബെഡ് ഒരു ലോ ലെവലിലുള്ള ബെഡായിരുന്നു, മീൻസ് ഒരുപാട് താന്നത്. അപ്പം ഞാൻ ഇത്തവണ പ്ലാൻ ചെയ്തിരിക്കുന്നത്, ഒന്നുകിൽ എനിക്ക് ഭയങ്കര ഹൈറ്റ് കൂടിയ ബെഡ് വേണം, അല്ലെങ്കിൽ ഭയങ്കര ലോ ആയിട്ടുള്ള ബെഡ് വേണം. അപ്പം നമ്മളിങ്ങനെ പ്ലാൻ ചെയ്ത് വന്നേക്കുന്നത് അങ്ങനെയാണ്. അപ്പം നമ്മളിങ്ങനെ ഇതൊരു വലിയ ബെഡായതുകൊണ്ട് അതിൽ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുകയാണ്. ഇങ്ങനെ ഷാനിങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ കിടന്ന് നോക്കും. അതെന്ത് സാധനം വാങ്ങിക്കാൻ പോയാലും ഷാൻ അങ്ങനെയാണ്. ഷൂ വാങ്ങിക്കാൻ പോയി കഴിഞ്ഞാൽ 1 മണിക്കൂർ നിന്ന് ഷൂ ഇട്ട് നോക്കും, മൂടി നോക്കും, അങ്ങനെയൊക്കെ നോക്കുന്ന ആളാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഗേൾസാണ് കുറേ നേരം എടുത്ത് ഷോപ്പ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. പക്ഷേ ഞാൻ കയറി 5 മിനിറ്റ് കൊണ്ട് പരിപാടി കഴിയും. അങ്ങനെ എനിക്ക് പെട്ടെന്ന് കണ്ടപ്പോൾ ഈ ബെഡാണ് ഇഷ്ടപ്പെട്ടത്. അപ്പം ഞാനിങ്ങനെ ഇരുന്നും കിടന്നും ഒക്കെ അതിലിങ്ങനെ നോക്കുകയാണ് കേട്ടോ. അങ്ങനെ കുറേ കളർ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ കളേഴ്സൊക്കെയാണ് ആ ബെഡിലിങ്ങനെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കളേഴ്സ് ഇങ്ങനെ അതിൻ്റെ വേറൊരു കളറാണിത്. പക്ഷേ ഈ കളർ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് മുതലാവില്ല, കാരണം പിള്ളേരൊക്കെ ആയതുകൊണ്ട്, കുഞ്ഞു മോളൊക്കെ ആയതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഇനി അഴുക്കായി കഴിഞ്ഞാലേ വെൽവെറ്റാണ്. അപ്പം നമ്മൾ അത് പെട്ടെന്ന് നശിച്ചു പോയാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മൾ ഓരോരോ കട്ടിലേക്ക് കിടന്ന് നോക്കുകയാണ്. ഷാൻ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയുണ്ട് ഈ ബെഡ് എന്നൊക്കെ ഉള്ളത്. നമുക്കിങ്ങനെ ടെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അവിടെ വേറൊരു ഫാമിലി ഉണ്ട്, അപ്പോൾ അവരും ചെക്ക് ചെയ്യുന്നുണ്ട്.
അങ്ങനെ അതാ ഇങ്ങനെ ബെഡിലിങ്ങനെ അടുത്ത ബെഡാണിത്. അപ്പം ഇതിന് നല്ല ഹൈറ്റുള്ള ബെഡാണ് കേട്ടോ. അങ്ങനെ ബെഡുകളുടെയൊക്കെ ഞാൻ കുറച്ച് റേറ്റൊക്കെയാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഇത്രയൊക്കെയാണ് ഇവിടുത്തെ ബെഡിൻ്റെയൊക്കെ റേറ്റ്. നമുക്ക് നാട്ടിൽ ഇതിനൊക്കെ ഒരു വലിയ തേക്കിൻ്റെ വലിയ കട്ടിലൊക്കെ വാങ്ങിക്കാം. പക്ഷേ ഈ ബെഡിനൊക്കെ എനിക്കറിയില്ല വലിയ ക്വാളിറ്റി ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല. ഈ പ്രോസസ്ഡ് വുഡൊക്കെയാണ് കേട്ടോ. പക്ഷേ ഇതിൻ്റെയൊക്കെ ആവശ്യമേ ഇവിടെ ഉള്ളൂ. നമ്മൾ അങ്ങനെ വലിയ ഇതായിട്ടൊന്നും നമ്മൾ ബെഡ് അത്ര വലിയ വുഡിലൊന്നും ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ളൊരു കൺസെപ്റ്റ് ഉള്ളവരാണ് ഇവരെന്ന് തോന്നുന്നു. എനിക്കറിയില്ല. ബട്ട് സ്റ്റിൽ ഇങ്ങനെയാണ് ഇവിടുത്തെ ബെഡിൻ്റെയൊക്കെ ഒരു റേറ്റും കാര്യങ്ങളൊക്കെ. പിന്നെ എല്ലാവരും കൂടുതൽ നോക്കുന്നത് സ്റ്റോറേജ് ഉണ്ടോ. അപ്പോൾ നമ്മൾ ഓരോ ബെഡ് പൊക്കി നോക്കുന്നുണ്ട് സ്റ്റോറേജ് കിട്ടുന്നുണ്ടോയെന്ന്. അപ്പോൾ മക്കൾ രണ്ടുപേരും കൂടെ ഇതിലിരുന്ന് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവനിങ്ങനെ തള്ളിക്കൊണ്ട് പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ നമ്മൾ ഒരുപാട് കൊടുക്കില്ല, ഇനി കൺട്രോൾ എങ്ങാനും വിട്ടുപോയി ഇനി എങ്ങോട്ടേലും കുഞ്ഞ് വീണാലോ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ ഇതാണ് ഞാൻ പറഞ്ഞത്, നമുക്കിങ്ങനെ ഹെഡ് ആൻഡ് എലിവേറ്റ് ചെയ്യാൻ പറ്റും, ഫൂട്ട് ആൻഡ് എലിവേറ്റ് ചെയ്യാൻ പറ്റും. ഈ ബെഡിൽ തന്നെ ലൈറ്റ് ഉണ്ട്. പക്ഷേ ഇതിന് 2000 ആണ്. അപ്പം 2000 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു 2 ലക്ഷത്തിനടുത്തൊക്കെ റേറ്റ് വരും. അപ്പം ഇങ്ങനെ പല ഇതുള്ള കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ബെഡാണത്. അതിൻ്റെ ആവശ്യം നമുക്കില്ല. അതിൻ്റെ ഒരു ഷേപ്പും എനിക്കിഷ്ടപ്പെട്ടില്ല. പിന്നെ അതിൻ്റെ ആവശ്യം നമുക്കില്ലാത്തതുകൊണ്ടും പിന്നെ മോളെ നമ്മൾ കയറ്റി ഈ കാറിൻ്റെ അകത്ത് ഇരുത്തി. അപ്പോൾ നമുക്കത് ഭയങ്കര സന്തോഷമായി. അങ്ങനെ അപ്പച്ചനും മോളും കൂടി ഇങ്ങനെ കറങ്ങി നടക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇങ്ങനെ സ്റ്റോറേജ് നമുക്ക് വേണം. എന്നാൽ മാത്രമേ നമുക്ക് കുറേ വിൻ്റർ കഴിയുമ്പോൾ നമ്മുടെ ബ്ലാങ്കറ്റ്സ് ഒക്കെ അതിൻ്റെ അകത്ത് മടക്കി വെക്കാൻ പറ്റും. നമ്മൾ ഇപ്പം വിൻ്റർ ടൈമിൽ ഒരുപാട് ബ്ലാങ്കറ്റ്സ് ഒക്കെ ഉപയോഗിക്കുന്നതാണ്. അപ്പം സമ്മർ ടൈമിലെ ബെഡ്ഷീറ്റ് നമ്മൾ ഇതിൻ്റെ അടിയിൽ വെച്ചിരിക്കും. അത് കഴിഞ്ഞ് വിൻ്റർ ടൈം കഴിഞ്ഞ് കഴിയുമ്പം നമ്മൾ ഈ വിൻ്റർ ടൈമിലെ ബെഡ്ഷീറ്റ് മടക്കി ഇതിൻ്റെ അടിയിൽ വെക്കും. അപ്പം നമുക്ക് ഒരുപാട് സ്പേസ് വേറെങ്ങും പോവില്ല. അപ്പോൾ ആടൻകുട്ടനെ ഈ പച്ച ബെഡാണ് ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ അവിടെയൊക്കെ വന്നിങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ നമ്മളെല്ലാവരും കൂടി പിന്നെ ഇങ്ങനെ കറങ്ങി ഒരു 2-3 തവണ ഇങ്ങനെ കറങ്ങിയിട്ടുണ്ട്. മീൻസ് ഏത് വേണമെന്ന്. അപ്പോൾ എനിക്കിതാ ലോ ബെഡിൽ ഇതാണ് ഇഷ്ടപ്പെട്ടത്. പക്ഷേ എൻ്റെ സൈഡിൽ കുറേ വേസ്റ്റ് ആയിട്ടുള്ള മീൻസ് ഇപ്പോൾ ഷാൻ ഇരുന്ന് നോക്കിയില്ലേ, അവിടെ ഒരു ഇങ്ങനെ ബെഡൊന്നും വരുന്നില്ല, വെറുതെ ഒരു വേസ്റ്റ് ഏരിയ ആണ്. പക്ഷെ കാണാൻ നല്ല ലുക്കുണ്ടായിരുന്നു. അങ്ങനെ ഷാൻ കിടന്നു നോക്കുകയാണ്. അപ്പോൾ നമുക്ക് ചില സമയത്ത് നമ്മൾ ചുമ്മാ ഇങ്ങനെ 3 പേരൊക്കെ കിടക്കും, അല്ലെങ്കിൽ 4 പേര് എല്ലാവരും കൂടെ ഇങ്ങനെ കിടന്നു നോക്കും. അപ്പം അതിനുള്ള സ്പേസ് ഉണ്ടോ എന്ന് നോക്കുകയാണ്. അപ്പോൾ അതിനുള്ള സ്പേസ് ഇല്ല, ഈ ബെഡ് ഇത്രയും വേസ്റ്റ് ആണെന്നൊക്കെ ഇങ്ങനെ അപ്പച്ചനും മരുമോനും കൂടെ ഇങ്ങനെ പറയാണ്. അപ്പം നമ്മൾ അവസാനം ഫൈനലി ഈ ബെഡാണ് ചൂസ് ചെയ്തത്. ഇത്രയും ഭയങ്കര ഹൈറ്റുള്ള പൊക്കമുള്ള ബെഡാണ്. അപ്പം നമ്മൾ ആടൻകുട്ടനെ കിടത്തി നോക്കി, ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്ന് നോക്കി സ്പേസ് ആവശ്യത്തിനുണ്ടോ എന്നൊക്കെ. അങ്ങനെ നമ്മൾ നോക്കി സെറ്റായി. അപ്പോൾ ഇതാണ് നമ്മൾ വാങ്ങിച്ചത്. അപ്പോൾ നമ്മൾ അവിടുന്ന് ബുക്ക് ചെയ്തിട്ട് വന്നു. അപ്പോൾ നമുക്ക് ഇന്ന് തന്നെ ആ ദിവസം തന്നെ നമുക്ക് കിട്ടില്ല. അപ്പോൾ നമ്മൾ ബുക്ക് ചെയ്തു, അടുത്ത ദിവസം നമ്മൾ വണ്ടിയുമായിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് നമ്മൾ റെൻറ്റിന് കിട്ടുന്ന ഇവിടുത്തെ ഒരു വണ്ടിയാണ് കേട്ടോ. ടൂംബ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കടയിൽ നിന്ന് നമുക്ക് ഈ വണ്ടി ഓൺലൈൻ വഴി റെൻറ്റിന് എടുക്കാം. അപ്പോൾ നമ്മൾ ഓൺലൈൻ വഴി റെൻറ്റിന് എടുക്കുമ്പം എല്ലാം ഈ ഫോൺ വഴിയാണ് കേട്ടോ. നമ്മൾ അവിടെ ചെന്ന് ആരോടും ചോദിക്കുകയൊന്നും വേണ്ട, നമ്മൾ ഡയറക്റ്റ് അവിടെ ചെന്നു ഈ ആപ്പ് വഴി ഇതാണ് നമ്മളുടെ വണ്ടി. അപ്പം എത്രയാണ്, 1 മണിക്കൂറത്തേന് €9.45. അപ്പോൾ നമ്മൾ ഡോർ അൺലോക്ക് ചെയ്യാൻ ആപ്പിൽ ഇങ്ങനെ കൊടുക്കുമ്പോൾ ഡോർ ഓപ്പൺ ആയി വരും. അപ്പോൾ ഇതാണ് വണ്ടി. നമ്മുടെ ഒരു ടെമ്പോടെ സെറ്റപ്പാണ്, പക്ഷേ ഫുൾ കവേർഡാണ്. അപ്പം ഇങ്ങനെയാണ്. അപ്പോൾ അതിൻ്റെ കീ ഞാൻ ഇതിൻ്റെ ഇൻറ്റീരിയർ ജസ്റ്റ് ഒന്ന് കാണിച്ചാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കീ ആണെങ്കിൽ നമ്മുടെ ഗ്ലൗ ബോക്സിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ടെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ആ കീ എടുത്തു, എന്നിട്ട് കീ ഓക്കെ എന്ന് നമ്മൾ അടിച്ചു കൊടുക്കുമ്പോൾ ഓക്കെ, നമ്മളുടെ കൈ കീ കിട്ടിയെന്ന് അവർക്ക് മനസ്സിലാവും. അതിനുശേഷം ഞാൻ നമ്മളുടെ വണ്ടിയുടെ കീ, ഞങ്ങളുടെ കാറിൻ്റെ കീ ഷാൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു. അതിനുശേഷം ജസ്റ്റ് ഒന്ന് എങ്ങനെയാണ് വണ്ടി എന്നൊക്കെ ഉള്ളത് നിങ്ങളെ ഒന്ന് ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട്. 3 പേർക്ക് ഇരിക്കാനുള്ള സ്പേസ് ഉണ്ട്, നല്ല ലെഗിന് സ്പേസ് നല്ലതായിട്ടുണ്ട്. ഇതിന് നമ്മളുടെ നോർമൽ ലൈസൻസ് തന്നെ മതി, നമ്മളുടെ കാറിൻ്റെ ലൈസൻസ് വെച്ച് തന്നെ നമുക്കിത് ഓടിക്കാൻ പറ്റും. പിന്നെ ഹെവി ലൈസൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ നമുക്ക് ബാക്കിൽ കാണണമെങ്കിൽ ക്യാമറയാണ്. നമുക്ക് ഈ മിററിൽ അവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിൽ ക്യാമറയാണ്. അപ്പം നമുക്ക് നല്ല വിസിബിലിറ്റിയും പിന്നെ സൈഡൊക്കെ ആണെങ്കിൽ മിററാണെങ്കിലും നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും. കുഴപ്പമില്ലാതെ ഓടിക്കാം. പക്ഷെ ഞാൻ ഓടിക്കാറില്ല,
എൻ്റെ ഹസ്ബൻഡാണ് ഓടിക്കാറ്. അപ്പം 1 മണിക്കൂറത്തേന് ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി €9.45. അല്ലാണ്ട് നമ്മളിപ്പോൾ കടയിൽ നിന്ന് നമുക്ക് ഈ ബെഡ് കൊണ്ട് ഡെലിവറി ചെയ്യുവാണെങ്കിൽ അവർ ചോദിച്ചത് ഞങ്ങളുടെ വീട് വരെ വരാൻ വേണ്ടിയിട്ട് €200 അടുത്താണ് ചോദിച്ചത്. അപ്പം നമുക്കിതാണല്ലോ ലാഭം. അപ്പം ഞങ്ങളുടെ വീട്ടിൽ നിന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 25 മിനിറ്റ് 30 മിനിറ്റ് വരെ ഉള്ളൂ ആ കടയിലോട്ട്. അപ്പം നമ്മൾ അതിന് മുമ്പ് 1 മണിക്കൂറിന് മുമ്പ് നമുക്ക് കടയിൽ നമുക്ക് പോയി നമുക്ക് വണ്ടി തിരിച്ചേൽപ്പിക്കാം. അപ്പം നമ്മൾ തിരിച്ച് വീട്ടിലേക്കാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് കാറ് കൊണ്ടുവന്ന് ഗരാശയിൽ ഇട്ടിട്ട് വേണം ഞാനും പപ്പയും ഷാനും കൂടെ ഈ കാറ് കയറി നമ്മൾ ബെഡ് എടുക്കാൻ വേണ്ടി പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ നമ്മൾ തന്നെയാണ് നമ്മളുടെ കാര്യങ്ങൾക്ക് ചുമട്ട് തൊഴിലാളിയും പിന്നെ ബെഡ് കൂട്ടി വെക്കുന്ന കാർപ്പൻറ്ററും എല്ലാം നമ്മൾ തന്നെയാണ്. അപ്പോൾ സ്നോ ഒക്കെ പെയ്ത് കിടക്കുന്ന ഒരു സമയമാണ് കേട്ടോ. അപ്പം നമ്മൾ ഷാനാണ് ഫ്രണ്ടിൽ പോകുന്നത്, ആ വണ്ടിയിൽ ബാക്കിൽ ഞാൻ ക്യാമറയും കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മളുടെ വീടിൻ്റെ നെയ്ബർഹുഡ് എത്തി. അപ്പം ഞങ്ങൾ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മളുടെ വീട്. അപ്പം നമ്മൾ അങ്ങോട്ട് ടേൺ ചെയ്യാണ് കേട്ടോ. അപ്പം ഞാൻ പതുക്കെ കാറ് ഗരാശയിൽ കയറ്റി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ പിന്നെ നമുക്ക് കാറ് നേരെ കയറ്റിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് പഴയ ബെഡ് എടുത്ത് വേസ്റ്റ് കളയുകയും വേണം. അപ്പം നമ്മൾ റീസൈക്കിളിലേക്കാണ് ഇപ്പം ആദ്യമേ പഴയ ബെഡ് പൊളിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഇപ്പം നമ്മളിവിടെ പാർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇതാണ് ഇപ്പം ഇന്നത്തെ വീഡിയോ. അപ്പം സെക്കൻഡ് പാർട്ട് ഉടനെ വരുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇത് യൂസ്ഫുള്ളായി തോന്നുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളിവിടെ സാധനം വാങ്ങിക്കാൻ പോകുന്നത്. അപ്പം ഇങ്ങനെയൊക്കെയാണ് നമ്മളിവിടെ ഹെവി ആയിട്ടുള്ള സാധനം വാങ്ങിക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. അപ്പം ബൈ ഗൈസ്.